അങ്ങനെ ഞങ്ങൾ അഗോഡ ഫോർട്ടിലെത്തി. അഗോഡ ഫോർട്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഞങ്ങൾ ഹൈദരാബാദിൽ പണ്ട് ടൂർ പോയത് സമയത്ത് ഞങ്ങളവിടെ ഒരു ഗോൾക്കൊണ്ട ഫോർട്ട് പോയിരുന്നത്. വലിയൊരു കോട്ടയാണ്. ഞാൻ അങ്ങനെ പ്രതീക്ഷിച്ചാണ് പോയത്. പക്ഷെ അവിടെ ചെന്നപ്പോഴാണ് അത് എന്താണെന്ന് മനസ്സിലായത്. അപ്പോൾ നിങ്ങൾക്ക് കാണാം കേട്ടോ. നമ്മളിവിടെ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട് സുനിയേട്ടൻ. ഒരുപാട് ആൾക്കാരുണ്ട് ഇത് കാണാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളത്. കുടിവെള്ളം ഒക്കെ ഉണ്ട്, അതിൻ്റെയൊക്കെ ഇൻഫർമേഷനാണ് ഇത് ഇവിടെ ഉള്ളത് ബോർഡ്. സുനിയേട്ടൻ അവിടെയാണ് ടിക്കറ്റ് എടുക്കാൻ പോയത്. അപ്പോൾ ഞാൻ അങ്ങോട്ടൊന്ന് പോയി നോക്കുകയാണ്. ധാരാളം ആളുകൾ വന്നിട്ടുണ്ട് ഇവിടെ. അച്ചു കണ്ടോ മരത്തിൻ്റെ ചുവട്ടിലിരിക്കുന്നത്? അച്ചുണ്ട്, അപ്പൂസുണ്ട്, സുജിയുണ്ട്, അച്ഛനുണ്ട്. ഞങ്ങളിവിടെ പുറത്ത് വന്നതൊക്കെ നല്ലോണം ദാഹിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങളവിടെ നിന്ന് നാരങ്ങ സോഡയൊക്കെ വാങ്ങി കുടിച്ചു. പിന്നെ അച്ചുവും സുനിയേട്ടനും അപ്പൂസും സുജീനെയൊക്കെ ഞാൻ വിളിച്ചപ്പോൾ അവർ ചിരിക്കുകയാണ്. ഞങ്ങളവിടെ നിന്ന് തൊപ്പി വാങ്ങി, എല്ലാവർക്കുള്ള തൊപ്പി വാങ്ങി ഒരു കടയിൽ നിന്ന്. പിന്നെ ഞങ്ങൾ നാരങ്ങ സോഡയൊക്കെ വാങ്ങി കുടിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫോർട്ട് കാണാൻ വേണ്ടി നല്ല വെയിലത്താണ് കേട്ടോ പോണത്. കാരണം ഞങ്ങൾ മോർണിംഗ് രാവിലെ എന്ത് ചെയ്യണം, എവിടേക്ക് പോകണം അങ്ങനെയൊക്കെ അറിയാതെ കുറേ സമയം ഞങ്ങളിത് പോയി. അപ്പോൾ നട്ടുച്ചയ്ക്കാണ് ഞങ്ങൾ ഈ ഫോർട്ട് കാണാൻ വേണ്ടി പോണത്. നല്ല വൃത്തിയുണ്ട്, നല്ല വൃത്തിയായിട്ട് നല്ല ഭംഗിയായിട്ട് അവർ സംരക്ഷിച്ച് വെച്ചിട്ടുണ്ട്. ചെറിയ ചെറിയ മരങ്ങളുള്ളതുകൊണ്ട് അതിൻ്റെ അടുത്തൊക്കെ പോയിട്ട് വേണമെങ്കിൽ നമുക്ക് ഇരിക്കാം കേട്ടോ. കുറേ പേര് അങ്ങനെ ഇരിക്കണവരുണ്ടായിരുന്നു. അപ്പോൾ ഈ ഫോർട്ടിനെ കുറിച്ചൊന്നും അറിയാതെ ഇനി പോണത്. അപ്പോൾ എന്തായിരിക്കും എന്നുള്ളൊരു ആകാംക്ഷ ഉണ്ട് ഞങ്ങൾക്ക്. വെയിലെന്ന് പറഞ്ഞാൽ ഭയങ്കര വെയിലാണ്. പക്ഷെ തൊപ്പി വെച്ചതുകൊണ്ട് തലയ്ക്ക് അധികം കൊള്ളണില്ല എന്ന് മാത്രം. ഇത് കണ്ടോ, ഇത് ഫോർട്ടിന് ചുറ്റിനുള്ളതാണ്. പണ്ട് കാലത്ത് ശത്രുക്കളൊക്കെ വരുമ്പോൾ വരാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉള്ളൊരു സംരക്ഷണം. വെള്ളമൊക്കെ ആയിരിക്കും തോന്നുന്നത്, നമ്മൾ സിനിമയിലൊക്കെ കണ്ടുള്ളത് അങ്ങനെയാണല്ലോ. അത് കണ്ടത് ചുറ്റിന്, ഈ ഫോർട്ടിൻ്റെ ചുറ്റിനുണ്ട്. ചെറിയൊരു ഫോർട്ടാണ് കേട്ടോ. ആക്ച്വലി ഇതൊരു ജയിലാണേ. അത് നമ്മളവിടെ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് കാണാം. അങ്ങനെ നമ്മളിതിൻ്റെ ഉള്ളിലേക്ക് ചെന്ന് ടിക്കറ്റ് കാണിച്ചു കൊടുക്കണം. ടിക്കറ്റ് കാണിച്ചു കൊടുത്തിട്ട് നമ്മൾ അതിൻ്റെ ഉള്ളിൽ ചെന്ന് കുത്തനെ മുകളിലേക്ക് കയറ്റുണ്ട്. നമ്മൾ മുകളിലേക്ക് കയറണം. കുത്തനെ കണ്ടല്ലേ, ആ കുത്തനുള്ള കയറ്റത്തിൽ കൂടെ നമ്മളങ്ങനെ കയറും. നല്ല കുത്തനെയാണ് കേട്ടോ. അച്ചു കയറിയിട്ട് ക്ഷീണിച്ചിട്ടാണ് ചിരിക്കണത്. അങ്ങനെ നമ്മൾ ഇതിൻ്റെ മുകളിലെത്തി. ഇത് കണ്ടോ, അവിടെ ഒരു ലൈറ്റ് ഹൗസ് ഉണ്ട്. ഇത് വളരെ ഫേമസ് ആണ് കേട്ടോ. ആക്ച്വലി ഇത് 17-ാം നൂറ്റാണ്ടിൽ പോർച്ചുഗീസുകാർ നിർമ്മിച്ചതാണ്. ഇത് അറബിക്കടലിന് അഭിമുഖമായിട്ടാണ് ഇത് നിൽക്കുന്നത്. മണ്ടോവി റിവർ ഇവിടെ വന്നിട്ടാണ് ചേരുന്നത്, അറബിക്കടലിൽ വന്ന് ചേരുന്നത്. നമുക്ക് നദി ഇത് കാണാം, നമുക്ക് കണ്ടോ, അത് അറബിക്കടലിലാണ് വന്ന് ചേരുന്നത്. അതാണ് നമ്മൾ കാണാൻ. നല്ല ഭംഗിയാണ് കേട്ടോ ഇവിടെ നിന്ന് കാണാൻ നല്ല ഭംഗിയാണ്. ദേശീയ പ്രാധാന്യമുള്ള ASA സംരക്ഷിത സ്മാരകമാണ് കേട്ടോ ഈ ഒരു അഗോഡ ഫോർട്ട് എന്ന് പറഞ്ഞാൽ. അത് പോർച്ചുഗീസുകാരുടെ എൻജിനീയറിങ്ങിനും അവരുടെ ആ ഒരു നിർമ്മാണത്തിനൊക്കെ ഒരു ഫൈൻ എക്സാമ്പിളാണ് ആക്ച്വലി ഈ അഗോഡ ഫോർട്ട്. 1612, അതായത് 411 വർഷം മുൻപ് നിർമ്മിച്ചതാണ് ഈ അഗോഡ ജയിൽ. പുറത്തുനിന്നുള്ള എന്താ പറയുക ആക്രമണത്തിൽ നിന്നൊക്കെ ഗോവയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നിർമ്മിച്ചത്. ഇപ്പോൾ കടലിലൂടെ വരുന്നതും ഒക്കെ അറിയാൻ പറ്റുമല്ലോ. അങ്ങനെ അങ്ങനെ നിർമ്മിച്ചതാണിത്. ഇപ്പോഴും നല്ല രീതിയിലാണ് ഇത് സംരക്ഷിക്കപ്പെട്ടുള്ള, നല്ല വൃത്തിയായിട്ട് നല്ല ഭംഗിയായിട്ട് സംരക്ഷിക്കപ്പെട്ടുള്ളൊരു സ്ഥലമാണിത്. നമ്മളിത് മുകളിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്നൊരു കാഴ്ചയാണ് കേട്ടോ അത്. അപ്പോൾ നമ്മളിങ്ങനെ അതിൻ്റെ താഴത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ഇങ്ങനൊരു വഴിയുണ്ട്. ആ വഴിയിലൂടെ അങ്ങനെ പോയിട്ട്, ഇതൊക്കെ പിന്നീട് ഉണ്ടാക്കിയതായിരിക്കും കേട്ടോ, ടൂറിസ്റ്റിന് വേണ്ടിയിട്ട് അങ്ങനെ ഉണ്ടാക്കിയതായിരിക്കും. അങ്ങനെ നമ്മളെ കാണുന്നുണ്ടല്ലേ റെഡ് കളറിൽ കുറേ ചതുരക്കട്ടകളൊക്കെ ആയിട്ട്. ആക്ച്വലി അത് ജയിലാണ്. അതിൻ്റെ അടിയിലാണ് ആൾക്കാരെ താമസിപ്പിച്ചിട്ടുള്ളത്. കണ്ടോ, അതിലേക്ക് പോകുന്നൊരു വഴിയാണ് ഈ കാണുന്നത്, ആ വാതിലുള്ളത് കാണുന്നത് കണ്ടോ. അതിലൂടെ ആൾക്കാർ നോക്കിയിട്ടിങ്ങനെ സുഭാഷേ വിളിക്കുന്നുണ്ടായിരുന്നു. മഞ്ഞുമൽ ബോയ്സിൽ സുഭാഷേ എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ടായിരുന്നേ. നല്ല വെയിലത്താണ് ഈ പോണത്. എന്തൊരു വെയിൽ, നട്ടുച്ചയ്ക്ക് ആണ് പോണത് ഞങ്ങളവിടെ എത്തിയിട്ടുള്ളത്. സഹിക്കാൻ പറ്റാത്ത വെയിലാണ്. നമ്മളവിടെ മഴ സീസണിലാണ് ഞങ്ങളവിടെ പോയതെങ്കിലും അവിടെ മഴയൊന്നുമില്ല, അവിടെ വെയിൽ തന്നെയാണ്. കണ്ടോ, അവിടെ ഞാൻ ഇവിടെയൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പുറത്തൊക്കെ ടൂറിസ്റ്റുകൾ വന്നതാണ് അവിടെ നിർത്തിയിട്ടുള്ളത്. ഞാൻ ആ അറ്റത്ത് ചെന്ന് നോക്കിയപ്പോൾ എനിക്ക് പേടി അപ്പുറത്തേക്ക് വീഴുമെന്ന്, ആ കിടങ്ങ് പോലുള്ള സ്ഥലത്തേക്ക്. ഇത് കണ്ടോ, അത് ജയിലിൻ്റെ ഉൾവശമാണ് കേട്ടോ. അത് നമ്മൾ ആ ഒരു ഇതിപ്പോൾ കാണാനുള്ള വെളിച്ചം വായു ഒക്കെ ചെല്ലാനുള്ള ഒരു സ്ഥലമായിരിക്കാം ഇത്. ഇവിടെ ടോയ്ലറ്റ് ഏരിയ അങ്ങനെ എന്തൊക്കെയാണ്. അല്ല, ഇത് ടോയ്ലറ്റ് ഏരിയ അല്ല, ടോയ്ലറ്റ് ഏരിയ വേറെയുണ്ട്. ഇപ്പോൾ കണ്ടല്ലോ നിങ്ങൾ,
ഇതിൻ്റെ ചുറ്റുഭാഗമുള്ളതാണ് കേട്ടോ. നമ്മളിത് കണ്ട ജയിലിൻ്റെ മുകളിലൂടെയാണ് ഇപ്പോൾ നമ്മൾ ഈ നടക്കുന്നത്. കണ്ട അതിലൂടെ നോക്കിയിട്ട് ഇങ്ങനെ എല്ലാവരും എന്താ സുഭാഷേ കുട്ടേട്ട എന്നൊക്കെ ഇങ്ങനെ വിളിക്കുന്നുണ്ടായിരുന്നു. കണ്ടില്ലേ, വെളിച്ചവും വായുവും ഒക്കെ എത്താനുള്ളൊരു സ്പേസാണത്. കണ്ടില്ലേ, ഗ്രില്ലിട്ട് വെച്ചിരിക്കുകയാണ്. ഇത് എവിടെയൊക്കെയാണ് ഫോർട്ടുകളുള്ളത് ഗോവയിൽ എന്നുള്ളതിൻ്റെ ഒരു ഇതാണത്, മാപ്പൊക്കെയാണത്. എവിടെയൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ്, എത്ര കിലോമീറ്റർ ചുറ്റളവിലാണ് എന്നുള്ളതൊക്കെയാണത്. നല്ല സുഖമുണ്ട് കേട്ടോ ഇവിടെ നിൽക്കാൻ വെയിലത്ത്. ഇത് ഇവിടെ ഇപ്പോഴും എന്തൊക്കെ കൺസ്ട്രക്ഷൻസ് നടക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്നെടുത്ത കല്ലാണ്, ഓരോ കല്ലിൻ്റെ ഒരു ഇതിൽ കാണുന്നതിനേക്കാൾ വലുതാണ് കേട്ടോ. നല്ല വലിപ്പമുണ്ട് കല്ലുകൾ. അത് നിങ്ങൾക്കൊന്ന് കാണാൻ വേണ്ടിയിട്ടാണ് ഞാനിത് എടുത്തത്. പിന്നെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അവിടെ അങ്ങനെ അമ്പലങ്ങളൊക്കെ തകർക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ പള്ളികളാണ്, പഴയ പള്ളി ഇപ്പോൾ പുതുക്കിയിട്ട് എന്താണ് എന്നുള്ളതും അതിൻ്റെയൊക്കെ പഴയതും പുതിയതും അങ്ങനെയായിട്ടുള്ള പിക്ചറാണ് ഇതൊക്കെ കാണുന്നത്. ഇത് കണ്ട ഇതിൻ്റെ പുതുക്കിയത് പഴയത് എങ്ങനെയായിരുന്നു, പുതിയത് എങ്ങനെയായിരുന്നു, അങ്ങനെ ടെമ്പിളിൻ്റെ ഉണ്ട്, പള്ളിയുടെയൊക്കെ ഫോട്ടോസ് ഉണ്ട്. അത് പഴയ അമ്പലം, അത് പുതുക്കിയിട്ട് പുതിയ അമ്പലം. അങ്ങനെ ഇത് കണ്ടോ വേറൊരു അമ്പലമാണിത്. അത് പിന്നെ പുതുക്കിയപ്പോൾ ഇങ്ങനെയായി. ഞങ്ങൾ ഇതൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് ഞങ്ങളിതാ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. അവിടെ നിന്ന് ഞങ്ങൾ ഓരോ തമാശകളൊക്കെ പറഞ്ഞ് ചിരിച്ച് ഫുഡൊക്കെ അവിടുത്തെ ചെറിയ രീതിയിലുള്ള ഫുഡാട്ടോ കഴിച്ചത്. അതൊക്കെ കഴിച്ച് ഞങ്ങൾ മാഗിയൊക്കെയാണ് കഴിച്ചത്. അങ്ങനെ ഞങ്ങൾ ഇന്നത്തെ കാഴ്ചകൾ തീർന്നു.